അടുത്ത അഞ്ചാമത്തെ ഫംഗ്ഷനാണ് എസ് ഡോട്ട് സ്റ്റാർട്ട്സ് വിത്ത്. ഈ എൻഡ്സ് വിത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സ്റ്റാർട്ട്സ് വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ഈ സബ്സ്ട്രിങ് കൊണ്ടാണോ ഈ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ട്രൂ വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഫോൾസ് വാല്യൂ കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ് സ്റ്റാർട്ട്സ് വിത്ത്. അതുപോലെ ആറാമത് അടുത്തൊരെണ്ണമാണ് എസ് ഡോട്ട് ഫൈൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഫൈൻഡിനകത്ത് നമുക്ക് ഒരു സബ്സ്ട്രിങ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഓപ്ഷണൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. സ്റ്റാർട്ടും എൻഡും ഇൻഡെക്സ് ആയിട്ട് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അതിനുള്ള ഒരു ഓപ്ഷണൽ ആർഗ്യുമെൻ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ്സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ സബ്സ്ട്രിങ് ഈ എസ്സിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അതിൻ്റെ ലോവസ്റ്റ് ഇൻഡെക്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരും, ഇല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും വരിക. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എസ്സിനകത്ത് നമ്മൾ ഹായ് ദയർ എന്നുള്ള ആ ഒരു സ്ട്രിങ് തന്നെ എടുക്കുവാണ്. എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ എസ് ഡോട്ട് ഫൈൻഡ് അപ്ലൈ ചെയ്യുന്നു. എസ് ഡോട്ട് ഫൈൻഡിനകത്ത് ദ ഉണ്ടോയെന്ന് നോക്കുകയാണ്, ദി. ഓക്കെ, അപ്പോൾ ഇവിടെ ദി ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് THE എന്നുള്ള പാറ്റേൺ ഇവിടെ നമുക്ക് കാണുമ്പോഴത്തേന് ഇത് ഈ ഇൻഡെക്സ്, അതായത് ടിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്താണോ 0 1 2 3 എന്നുള്ള ആ പൊസിഷൻ വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ സബ്സ്ട്രിങ് ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലോവസ്റ്റ് ഇൻഡെക്സ് ആയിരിക്കും നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷനാണ് എസ് ഡോട്ട് ഈസ് ആൽഫ. ഈസ് ആൽഫ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ സ്ട്രിങ്ങിനകത്ത് ആൽഫബറ്റ്സ് മാത്രമാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം ABC എന്ന് പറയുന്ന ഒരു സ്ട്രിങ്, ABC എന്ന് പറയുന്ന സ്ട്രിങ് ഡോട്ട് ഈസ് ആൽഫ എന്ന് പറഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഈസ് ആൽഫ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ആൽഫബറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ട്രൂ എന്നുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ അതേസമയം നമ്മൾ ഈ എസ്സിനകത്ത് ഹൈ ദയർ തന്നെയാണ്, എന്നിട്ട് എസ്സിനകത്ത് എസ് ഡോട്ട് ഈസ് ആൽഫ എന്ന് പറഞ്ഞ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫോൾസ് വാല്യൂ ആണ്. കാരണം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടേഴ്സും ഉണ്ട്, സ്പെഷ്യൽ ക്യാരക്ടറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ആൽഫാബെറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിജിറ്റ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിജിറ്റ്സ് മാത്രമുള്ള സ്ട്രിങ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് എസ് ഡോട്ട് ഈസ് ഡിജിറ്റ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഫോൺ നമ്പറോ അല്ലെങ്കിൽ പിൻകോഡോ ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്താണെങ്കിൽ അതിനകത്ത് ഡിജിറ്റ്സ് മാത്രമല്ലേ വരാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമുക്ക് ഈ ഫംഗ്ഷൻ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ അടുത്ത ഫംഗ്ഷനാണ് എസ് ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. സ്പ്ലിറ്റ്, അതിനകത്ത് സെപ്പറേറ്റർ നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് സെപ്പറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഉണ്ട്. ഈ സ്ട്രിങ്ങിനെ നമ്മളിവിടെ എന്ത് സെപ്പറേറ്ററാണോ കൊടുക്കുന്നത്, ഇതൊരു നമുക്ക് എന്ത് ഡീലിമിറ്റർ വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. ആ കൊടുക്കുന്ന ഡീലിമിറ്റർ വെച്ച് സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ആയിട്ട് മാറ്റി തരുന്നതാണ് ഈ ഒരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ വേർഡ്സ് ഈക്വൽ ടു എസ് ഡോട്ട് സ്പ്ലിറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിനകത്ത് ഹായ് ഒരു വേർഡ്, ദെൻ അതുപോലെ ദെയർ എന്നുള്ളത് ഒരു വേർഡ്. നമ്മളിവിടെ ഇത് ആർഗ്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ ഡീഫോൾട്ടായിട്ട് അത് സ്പേസ് ആയിരിക്കും ഡീലിമിറ്ററായിട്ട് സെറ്റ് ചെയ്യുന്നത്. അഥവാ ഞാനിപ്പം 15, 20, 30 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ലിസ്റ്റ് ഞാനൊരു സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഇതിനെ വേണമെങ്കിൽ എനിക്ക് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എസ് ഡോട്ട് സ്പ്ലിറ്റ് ഡബിൾ കോട്ട്സിനകത്ത് കോമ കൊടുത്തു കഴിഞ്ഞാൽ കോമ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് അതിനെ ഒരു ലിസ്റ്റാക്കി നമുക്ക് തിരിച്ചു തരും. അതാണ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷനാണ് ജോയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. എസ് ഡോട്ട് ജോയിൻ എ സീക്വൻസ്. അതായത് നമ്മൾ ഈ സ്പ്ലിറ്റ് ഫംഗ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സീക്വൻസ് എന്ന് പറയുമ്പോൾ കുറേ ലിസ്റ്റ് ഓഫ് വേർഡ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഈ ലിസ്റ്റ് ഓഫ് വേർഡ്സിനെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് നമുക്ക് ഇതുപോലെ ഒറ്റ സ്ട്രിങ് ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നതാണ് ജോയിൻ ഫംഗ്ഷൻ.
അതുപോലെ അടുത്ത ഫംഗ്ഷനാണ് എസ് ഡോട്ട് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതായത് എസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനകത്ത് ഉള്ള ആ എല്ലാ ക്യാരക്ടേഴ്സിനെയും ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എസ് ഡോട്ട് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത് എസ് ഡോട്ട് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ എസ്സിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതാണ് എസ് ഡോട്ട് അപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എസ് ഡോട്ട് ലോവർ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എസ്സിനകത്ത് ഹായ് ദെയറാണ് ഉള്ളതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഹായ് ദെയർ, ഇതായിരിക്കും കിട്ടുന്ന ഔട്ട്പുട്ട്. എസ് ഡോട്ട് അപ്പർ ആക്കി കോൾ ചെയ്യുവാണെങ്കിൽ കിട്ടുന്നത് HITHER, ഇങ്ങനെ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ ലോവർ ഫംഗ്ഷനും ഉണ്ട്, അപ്പർ ഫംഗ്ഷനും ഉണ്ട്. അടുത്തൊരു സ്ട്രിങ് ഫംഗ്ഷനാണ് എസ് ഡോട്ട് റീപ്ലേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ റീപ്ലേസിനകത്ത് നമുക്ക് ഓൾഡ് സ്ട്രിങ് കൊടുക്കാം, അതിന് എന്ത് വെച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് പറയാം. ദെൻ ഇവിടെ ഓപ്ഷണലായിട്ട് ഒരു ആർഗ്യുമെൻറ്റും കൂടിയുണ്ട്, കൗണ്ട് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാ ഒക്കറൻസും നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഈ കൗണ്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണ്ട. അതല്ല, നമുക്ക് ഇത്ര നമ്പർ ഓഫ് ഒക്കറൻസ്, ആദ്യത്തെ ഇത്രയും നമ്പർ ഓഫ് ഒക്കറൻസ് മാത്രം റീപ്ലേസ് ചെയ്ത് കിട്ടിയാൽ മതി എന്നാണെങ്കിൽ നമുക്കിവിടെ ആ കൗണ്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സോ എസ് ഡോട്ട് റീപ്ലേസ് ഐനെ നമുക്ക് ഓ വെച്ച് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹായ് ദെയർ എന്നുള്ളത് ഹോ ദെയർ എന്നുള്ള സ്ട്രിങ് ആയിട്ട് മാറും. ഇതിനെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള എനിക്ക് ഈനെ മാറ്റിയിട്ട് ആറാക്കണമെന്ന് വിചാരിക്കുക. അത് ഫസ്റ്റ് ഈ മാത്രം മാറിയാൽ മതി എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എസ് ഡോട്ട് റീപ്ലേസ് E,1 എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ഒരു ഒക്കറൻസ് മാത്രം റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഹായ് THREE എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഈയുടെ ഒക്കറൻസിനെ അത് റീപ്ലേസ് ചെയ്ത് എന്താക്കാനാണെന്ന് പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് കൂടി ഉണ്ട്, ഒരു 6 എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ്, 6 ആക്കേണ്ടത്, 1 ആണ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് റീപ്ലേസ് ഫംഗ്ഷൻ. ഇനി അടുത്തൊരു ഫംഗ്ഷനാണ് എസ് ഡോട്ട് സ്ട്രിപ്പ് ഫംഗ്ഷൻ. ഇതിനകത്ത് ഒരു ഓപ്ഷണൽ ആർഗ്യുമെൻ്റാണ് നമ്മൾ പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ സ്ട്രിപ്പ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും വൈറ്റ് സ്പേസസ്, അതായത് ടാബോ സ്പേസോ ന്യൂലൈൻ ക്യാരക്ടേഴ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കളയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രിപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം എസ്സിനകത്ത് നേരത്തെ പോലെ തന്നെ ഹായ് ദെയർ എന്നുള്ള സ്ട്രിങ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ എസ്സിലേക്ക് നമ്മൾ സ്ട്രിപ്പ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുവാണ്. സ്ട്രിപ്പ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇവിടെയായിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കാം. എസ് ഡോട്ട് സ്ട്രിപ്പ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഹായ് ദെയർ എന്നുള്ളത് വിത്തൗട്ട് ട്രailing സ്പേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വേർഡിൽ കുറേ വേർഡ്സിനകത്ത് പ്രിഫിക്സ് ആയിട്ട് വരുന്ന ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ നമുക്ക് കളയണമെങ്കിൽ നമുക്കിവിടെ ഈ സ്ട്രിങ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റിനകത്ത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ലീഡിങ്ങിലോ ട്രെയിലിങ്ങിലോ, അതായത് ബിഗിനിങ്ങിലോ എൻഡിങ്ങിലോ നമുക്ക് ഏതെങ്കിലും വാല്യൂസിനെ കളയണമെങ്കിൽ നമുക്ക് അത് ഇവിടെ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനെ അവിടെ നിന്ന് സ്ട്രിപ്പ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ പൈത്തൺ ഫങ്ഷൻസാണ്, സ്ട്രിങ് ഫങ്ഷൻസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ചോദിക്കുവാണെങ്കിൽ ഇതൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റും. ഓക്കെ, അതല്ല എങ്കിൽ ഇപ്പം വേണമെങ്കിൽ എന്താ പറയുക, തിയറി ആയിട്ട് തന്നെ സ്ട്രിങ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും 3 സ്ട്രിങ് മെത്തേഡ്സ് എഴുതാൻ വേണ്ടി ചോദിച്ചാലോ ഒക്കെ നമുക്കിത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വച്ചേക്കുക. ഓക്കെ.